കുറേ ദിവസമായിട്ടോ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓൺ വോയിസിലൊരു വീഡിയോ ഇട്ടിട്ട് അത് വേറൊന്നും കൊണ്ടല്ല, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള മടിയാണ് കേട്ടോ. ഇന്ന് വേറെങ്ങോട്ടല്ല, ഇന്ന് കൊല്ലത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി അതിനായിട്ട് ഇറങ്ങിയതായിരുന്നു. കൊല്ലത്ത് എന്തിനാണ് പോയതെന്നൊക്കെയുള്ള വഴിയെ പറയാട്ടോ. അതെന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും കൊല്ലം വരെ പോവാണ്, അപ്പോൾ പിള്ളേരുമായിട്ട് പോകാം. പിള്ളേർക്കൊരു ഔട്ടിങ്ങും ആവുമല്ലോ എന്ന് കരുതിയിട്ട് അവരെ ഞങ്ങൾ കൂട്ടിയത് കേട്ടോ. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെ കൊല്ലത്ത് ചിൽഡ്രൻസ് പാർക്കിൽ വന്നതാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും എന്തോ 3 months കഴിഞ്ഞിട്ട് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറയുന്നു. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. പിള്ളേരും സാഡായി, ഞങ്ങളും സാഡായി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ഫാമിലീസ് വന്നായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളും അവരും ഒക്കെ അറിയുന്നത് ഇതെന്തോ ക്ലോസിങ് ആയിട്ട് എന്തോ 2 months ഇനി എന്തോ ഒരു 3 months കഴിഞ്ഞിട്ടേ ഓപ്പൺ ആവത്തുള്ളൂ എന്ന്. അങ്ങനെ നിരാശയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ, കൊല്ലത്ത് തന്നെ നല്ലൊരു സ്പോട്ട് വേറെ ഉണ്ട്, പിള്ളേരുമായിട്ട് പോയി ജസ്റ്റ് ചില്ല് ചെയ്തിട്ട് വരാനെന്ന്. എനിക്ക് കറക്റ്റ് ഇവിടുത്തെ പ്ലേസിൻ്റെ പേരറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് കൂടി അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെന്ന ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, അതിൻ്റെ തൊട്ടടുത്തിട്ട് എന്തോ ഒരു പാലസ് ഉണ്ട്. അവിടെ ഒരു മൂവി ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരാന വന്നു കേട്ടോ. അത് കണ്ട് അന്താളിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഈസ് എ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നേരിട്ട് ഇങ്ങനെ ആനയെ കാണുന്നത്. നേരിട്ട് മീൻസ് ഇങ്ങനെ അടുത്ത്, ഇത്രയും അടുത്ത് ആനയെ കാണുന്നത്. ഞങ്ങൾ ഭയങ്കര കൗതുകത്തോടെ കുറേ നേരം നോക്കിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു സ്ഥലത്തിന് എന്തായാലും ഒരു പേരുണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. കൊല്ലം അഡ്വഞ്ചർ പാർക്ക് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തായാലും ആവട്ടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വന്ന് അവിടെ ഇരുന്നു. ഞങ്ങൾ വന്ന ടൈം കുറച്ച് ലേറ്റായിരുന്നു. 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസിങ് ടൈമാണ്. ഞങ്ങൾ എന്തോ ഒരു ഹാഫ് അവേഴ്സോളം അവിടെ ഇരുന്നുള്ളൂ. ഇരുട്ടി കഴിഞ്ഞാൽ അവിടെ ലൈറ്റൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലും ഒരു 6 മണി വരെ, അല്ലെങ്കിൽ മാക്സിമം പോലെ ഒരു 6:30 വരെ ഒരു ടൈം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുന്നതിന് മുമ്പ് പാസ് എടുക്കണം കേട്ടോ. പാസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മളവിടെ കയറുന്നത്. കയറി വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പേ ചെയ്തിട്ടാണ് അതിലേക്കിടയ്ക്ക് കയറ്റുന്നത്. ടൈം കഴിഞ്ഞത് കൊണ്ട് ക്ലോസിങ് ആയായിരുന്നു. പിന്നെ അവിടെ ഉള്ളതിലൊക്കെ വെച്ചിട്ട് പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്ത് ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ഒക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. ഇനി എന്തായാലും ഒരു വട്ടം കൂടി പോകണമെന്നുണ്ട്. പോയാൽ തന്നെയും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇരുട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു കഫേയിൽ കയറിയപ്പോൾ ജ്യൂസോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഞങ്ങൾ KFCയിൽ വന്ന് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.